നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവരുന്നത് നല്ലൊരു സ്കിന്നിന് നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള പാക്ക് ഉണ്ടാക്കി വെക്കണം. ഇത് അങ്ങനെയുള്ള ഒരു പാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്കിൻ നല്ലപോലെ ബ്രൈറ്റ് ആവാൻ സഹായിക്കും. സ്കിന്നിൽ ടാൻ ഉണ്ടെങ്കിൽ പൂർണ്ണമായും മാറ്റി സ്കിന്നിന് ആ ഒരു തിളക്കം, നിങ്ങൾക്ക് പഴയ തിളക്കം കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് എപ്പോഴും ഇങ്ങനെ കമൻറ്റ് ഇടാറുണ്ട്. ആദ്യമൊക്കെ കളർ ഉണ്ടായിരുന്നു, ഇപ്പോൾ കളറില്ല, പ്രായമാവും തോറും കളർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുള്ള ടാൻ തന്നെയാണ്. നമ്മുടെ മുഖത്ത് ടാൻ ഉള്ളത് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ കുറേ മാറ്റം ഉണ്ടാവും. പിന്നെ നമ്മുടെ മുഖത്ത് പ്രായമാവും തോറും ശ്രദ്ധിക്കാതാവുമ്പോൾ ടാന് കൂടി നമുക്കത് പിഗ്മെൻറ്റേഷൻ ആവും. ആ പിഗ്മെൻറ്റേഷൻ്റേതായ ആ ഒരു കറുപ്പ് കളർ നമ്മുടെ മുഖത്തുണ്ടാവും. പിന്നെ അതുമാതിരി തന്നെ നമ്മൾ മുഖക്കുരുവൊക്കെ വന്നിട്ട് അതിൻ്റെയൊക്കെ പാടുകളൊക്കെ ഇങ്ങനെ പഴയതൊക്കെ കിടക്കുന്നത് ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ കറുപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റിയ നല്ലൊരു പാക്കാണ് ഇത്. നിങ്ങൾ ഒരാഴ്ചത്തേക്ക് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ ഡെയിലി ഉപയോഗിക്കണം. ദിവസവും സ്കിന്നിൽ ചെറുതായിട്ടൊരു സോഫ്റ്റ് മസാജ് കൊടുക്കുക. ഒരു 2-3 മിനിറ്റിൻ്റെ മസാജ് കൊടുക്കുക. അതിന് ശേഷം കട്ടിക്ക് ഈ പാക്കിട്ട് കൊടുക്കുക. അതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിക്കളയുക. കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം നമ്മുടെ കഴുത്തിലും മുഖത്തും ഒക്കെ ഒരുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ സ്കിന്നിൽ കഴുത്തും മുഖവും ഒരേ കളറായിട്ട് കിട്ടിക്കോളും. ടാൻ പൂർണ്ണമായിട്ടും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ ഭയങ്കര ടാനാണിച്ചാൽ പറ്റില്ല, എന്നാലും ഒരുവിധം ടാൻ ഉള്ളതിനെയൊക്കെ മാറ്റിയെടുക്കാൻ ഇത് സഹായിക്കുന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ്. അതുമാതിരി തന്നെ ഇതിൽ നമുക്ക് ഈ ഇതുണ്ടാവില്ലേ, നമ്മുടെ മുഖത്ത് വരുന്ന ചെറിയ കറുപ്പ് കളറിലുള്ള ഓരോ ഡോട്ട് പോലുള്ളത് ചിലവർക്ക് ഉണ്ടാവും. അത് മാറ്റിയെടുക്കാൻ പറ്റും. ഇതിനൊക്കെ നല്ല ബെസ്റ്റാണ് കേട്ടോ. എന്തായാലും നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരാം. അതിന് മുന്നോട്ടായിട്ട് ചാനൽ ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ട് എൻ്റെ പേര് ദീപാന്ന. നിങ്ങൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ് തോന്നുന്നത് വെച്ചാൽ തീർച്ചയായും നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതുമാതിരി തന്നെ ഫാമിലിക്കും അതുമാതിരി തന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത് നോക്കിയിട്ട് വരാം. ഇത് നമ്മൾ കടലപ്പരിപ്പാട്ടോ, വടക്കൊക്കെ ഉപയോഗിക്കുന്ന വലിയ പരിപ്പുണ്ടല്ലോ, ആ പരിപ്പാണേ. ഇത് നമ്മൾ സാമ്പാറിനൊക്കെ ഉപയോഗിക്കില്ലേ, ആ പരിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് വേവിക്കണം. ഇത് രണ്ടും കൂടി വേവിച്ചിട്ട് നമുക്ക് ആവശ്യാനുസരണം എടുത്ത് ഉപയോഗിക്കുക. അതാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്യണത്. അപ്പോൾ നമുക്കിത് രണ്ടും കൂടി കുക്കറിലിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഒരാഴ്ചത്തേക്കുള്ളത് നിങ്ങൾക്ക് അരച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര പരിപ്പ് വേവിച്ചു പറഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് ധാരാളമായി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് വേവിച്ചിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതാ പരിപ്പ് വേവിച്ചു. 2 പരിപ്പും കൂടി ഇതാ കടലപ്പരിപ്പും നമ്മുടെ സാമ്പാർ പരിപ്പും കൂടി വേവിച്ചു. ആവശ്യാനുസരണം എടുക്കുക. നല്ലപോലെ മിക്സിയിൽ അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റണ പോലെ ഇടിച്ചിട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ അതിനെ നല്ലപോലെ പേസ്റ്റ് ആക്കണം. അപ്പോൾ ഞാൻ ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നല്ലപോലെ ഉടച്ചു കേട്ടോ, കൈ വെച്ചിട്ടാണ് ഉടച്ച്. ഇനി നമുക്ക് ആവശ്യം നവരരി. ഇത് നവരരിയാണേ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വഴി കുറേ കാലത്തേക്കാവും കേട്ടോ. അപ്പം നവരരി പൊടിച്ച് വെച്ചതാണ് ഞാൻ. ഇതിൽ 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. ഒന്ന് നവര അരിയും പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതാണ്. നവര അരിയും ഓറഞ്ചിൻ്റെ തൊലിയും കൂടി പൊടിച്ച് വെച്ചതാണ്. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ, ഓൺലൈനായിട്ട് വാങ്ങാൻ കിട്ടും. ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ചതും അതുപോലെ തന്നെ നമ്മുടെ നവര അരിയും പൊടിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഞാനിതിലേക്ക് ഒരു 1/2 സ്പൂണോളം നമുക്ക് നിറച്ചിട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ നിറച്ച് നവര അരി പിന്നെ നമ്മുടെ ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചതും കൂടി ഇടുകയാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് നമുക്ക് ഇതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കാച്ചാത്ത പാലാണ് ഒഴിക്കണത്. നിങ്ങൾക്ക് തൈരും ഇതിലേക്ക് മിക്സ് ചെയ്യുക, പാലും മിക്സ് ചെയ്യുക. ഇത് രണ്ടും പറ്റാത്തവർക്കെന്ന് വെച്ചാൽ റോസ് വാട്ടറോ വെറും വെള്ളം ആയാലും മതി കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ് ഇത്. മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കും. നവരരിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയണതാണ്. നവരരി നമ്മുടെ മുഖത്തെ പാടുകളും പ്രശ്നങ്ങളും മാറ്റി മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ പരിപ്പ് നമ്മൾ അരച്ച് ചേർത്തത് ഇരട്ടി ഗുണമാണ് കേട്ടോ. നമ്മൾ വേവിച്ച് ചെയ്യുമ്പോൾ അതിന് ഇരട്ടിയാണ് ഈ ഗുണം കിട്ടുന്നത്. ഓറഞ്ച് പീലിൻ്റെ ഇത് നമുക്ക് നമ്മുടെ മുഖത്തെ പിഗ്മെൻറ്റേഷനും പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറ്റി മുഖം വെളുക്കാൻ അതും സഹായിക്കും. ധാരാളം വിറ്റാമിൻ സി അടങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ 3 ഇൻഗ്രീഡിയൻസും നമ്മുടെ സ്കിന്നിനെ ക്ലിയർ ആക്കാൻ സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് നിങ്ങൾക്ക് ഒരു 10 ദിവസം അടുപ്പിച്ച് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ സ്കിൻ വെളുക്കണത് നിങ്ങൾക്ക് നല്ല കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പാടുകളെല്ലാം മാറാനും കണ്ണിനടിയിലെ ഡാർക്ക് സർക്കിളായാലും മുഖത്ത് പിമ്പിൾസ് വന്ന മാർക്സ് ഉണ്ട് വെച്ചാൽ അതൊക്കെ മാറും. സ്കിൻ നല്ല തിളക്കത്തോടുകൂടി ഇരിക്കും കേട്ടോ. ചില സ്കിന്നൊക്കെ കണ്ടിട്ടില്ലേ, നല്ല അടിപൊളി ഗ്ലാസ് സ്കിന്നായിട്ട് കാണുന്നത്. അത് നമ്മുടെ നവരരിയുടെ ഒരു മാജിക്ക് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും പ്രവർത്തിക്കും.
അപ്പോൾ നിങ്ങൾ കണ്ടോളൂ ഇത് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളത്. എല്ലാവരുടെ വീട്ടിലുള്ളതാണ് നമ്മുടെ കടലപ്പരിപ്പും മറ്റേ പരിപ്പും. എനിക്ക് ഏതെങ്കിലും ഒരു പരിപ്പാണ് വെച്ചാലും കുഴപ്പമില്ല. ഞാൻ രണ്ടും കൂടി എടുത്തിട്ട് വേവിച്ചു എന്നേ ഉള്ളൂ. കുക്കറിലിട്ടിട്ട് ഒരു 2-3 സീറ്റിയൊക്കെ കൊടുത്തിരിക്കുക. അത് നല്ലപോലെ വെന്ത് കിട്ടും. കടലപ്പരിപ്പ് അങ്ങനെ കിടക്കണമെന്നേ ഉള്ളൂ. കൈകൊണ്ട് ഉടയ്ക്കുക ചെയ്ത് ഞാൻ കൈകൊണ്ട് ഉടച്ചിപ്പിക്കുന്നത് നല്ലപോലെ പേസ്റ്റായി കിട്ടി. ആവശ്യാനുസരണം മാത്രം ഉടച്ച് വെച്ചാൽ മതി. ഡെയിലി നമുക്ക് ആവശ്യത്തിനുള്ളത് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതൊക്കെ കൂടി മിക്സ് ചെയ്ത് അരച്ചാലും നല്ലതാണ്. പക്ഷേ ഞാൻ കൈകൊണ്ട് ഉടച്ചത് കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ നമ്മുടെ വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നമ്മുടെ വിറ്റാമിൻ സി ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ഓറഞ്ച് പീലിൻ്റെ പൊടിയിൽ. അത് നമ്മുടെ സ്കിന്നിൽ വരണ നമ്മുടെ സ്കിൻ ടോൺ മാറണമെന്ന് പറയണവർക്കൊക്കെ ആ സ്കിൻ ടോണൊക്കെ ഒന്ന് മാറി ഇതിനെയൊക്കെ നല്ലപോലെ മാറ്റിയെടുക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് അതുമാതിരി തന്നെ നമ്മുടെ അതിൽ ചേർത്തിട്ടുള്ള അരി ഏറ്റവും നല്ലൊരു റെഡ് റൈസാണ്. അത് നമുക്ക് 1 കിലോനൊക്കെ വാങ്ങി വെച്ചാൽ ഇഷ്ടം പോലെയാണ്. കുറച്ച് നമ്മളൊരു 1/2 കിലോനൊക്കെ എടുത്ത് പൊടിച്ച് വെച്ച് കഴിഞ്ഞ് ഡെയിലി നമുക്ക് അത് നമ്മുടെ ശരീരം മൊത്തം തേച്ച് കുളിച്ചു പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ടാനുകൾ മാറാനും ശരീരം മൊത്തം വെളുക്കാനും നിങ്ങളെ സഹായിക്കും. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ഇതിൽ നിങ്ങളിത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുക. ഇനി അഥവാ നമ്മുടെ ഓറഞ്ച് പീൽ പൗഡറിൽ വെച്ചാൽ ഓറഞ്ചിൻ്റെ ജ്യൂസോ നാരങ്ങ ജ്യൂസോ എന്തെങ്കിലും നിങ്ങളിതിൽ കുറച്ചൊന്ന് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യണം. വിറ്റാമിൻ സി ഇതിൽ കുറച്ച് ആവശ്യമാണ്. അത്രയും നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് തരിക. പിന്നെ നമ്മുടെ പരിപ്പാണെന്ന് വെച്ചാലും കടലപ്പരിപ്പ് എപ്പോഴും സ്കിന്നൊന്ന് അഴുക്ക് കളയാനും സ്കിന്നൊന്ന് ക്ലിയർ ആക്കാനും സ്കിന്നിനൊരു കളർ കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്നതാണ് പരിപ്പ്. അതും നിങ്ങൾ വിടരുത്. ഇതിലുള്ള ഈ ഇൻഗ്രീഡിയൻസ് മൊത്തം വേണം കേട്ടോ. പിന്നെ പാലിന് പകരം തൈരോ റോസ് വാട്ടറോ എന്താ വേണ്ടിച്ച് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമുക്കിത് ഉപയോഗിച്ചാലോ. ആദ്യം ചെറുതായിട്ടൊരു മസാജ് കൊടുക്കുക. അപ്പോൾ ഞാൻ മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്തു. ഇതേപോലെ നമുക്കിത് കഴുത്തിലും ചെയ്യാം. അതിന് ശേഷം കട്ടിക്കിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ കഴുത്ത് ചുറ്റും ചെറിയൊരു മസാജ് കൊടുത്തു. കുളിക്കണതിന് മുമ്പായിടാന്ന് വെച്ചാൽ നമുക്ക് ശരീരം മൊത്തം ഇത് തേച്ച് കുളിച്ചു കൊണ്ട് പറഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഇപ്പം ഞാൻ കഴുത്തിൽ ചെറിയൊരു മസാജ് കൊടുത്തു. ഇനി നമുക്കിത് കട്ടിക്കിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കഴുത്തിലും കൂടി ഇട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് ശേഷം നോക്കാം. ഇപ്പോൾ മുഖത്തും കഴുത്തത്തേക്ക് ഞാനൊരു 25 മിനിറ്റ് ഇട്ടു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉണങ്ങി. ഞാനൊന്ന് കഴുകിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ മുഖം കഴുകിയിട്ട് വന്നു. നല്ല ഒരു മാറ്റമുണ്ട്. കഴുത്തിൽ പെട്ടെന്ന് ഒറ്റ യൂസിൽ തന്നെ മാറാൻ വേണ്ടി മാത്രം കിട്ടിയിട്ടില്ല. കാരണം എന്താ വെച്ചാൽ കഴുത്ത് നല്ല ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ എൻ്റെ കഴുത്തിന് നല്ല കറുപ്പായിരിക്കും കേട്ടോ. അതുകൊണ്ട് എൻ്റെ കഴുത്തത്തെ അത്രയ്ക്ക് വലിയ ഇതില്ല. എന്നാലും നിങ്ങൾക്ക് മാറ്റം കാണാൻ സാധിക്കും. എനിക്ക് ഇടുന്നതിന് മുമ്പ് കഴുത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോൾ എങ്ങനെയാണ് കഴുത്തിരിക്കുന്നത് എന്നുള്ളത് കഴുത്തിൽ മാറ്റമുണ്ട്. പക്ഷേ മുഖത്തിന് ഏറ്റവും കൂടുതൽ മാറ്റം നമുക്ക് നല്ലപോലെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അത്രയും നല്ല അടിപൊളിയാണ്. നിങ്ങളത് ചെയ്ത് നോക്കി. നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടിച്ച് നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും കൂടി വേണം കേട്ടോ. തീർച്ചയായും നിങ്ങൾക്കും ഇതുപോലെ റിസൾട്ട് കിട്ടും.